ഹായ് ഫ്രണ്ട്സ്, വിനായക് ഈ കട്ടിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്വിഫ്റ്റിന്റെ സ്മാർട്ട് കീ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഇതാണ് അവരുടെ ഒറിജിനൽ കീ. ഈ കീ സംഭവം ഇതിന്റെ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ബാറ്ററി ഷോർട്ടായി കംപ്ലൈന്റ് ആയി പോകുന്നുണ്ട് സ്മാർട്ട് കീയുടെ. അപ്പോൾ അത് ബോർഡ് കംപ്ലൈന്റ് ആണ് ഇതിന്റെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ പുതിയൊരു അടിപൊളി റിമോട്ടിലോട്ട് നമ്മളിത് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. പക്ഷെ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കീ ഇപ്പോൾ ഒട്ടും വർക്ക് ചെയ്യാത്ത അവസരമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ അടുത്ത് പോയി പ്രോഗ്രാം ചെയ്ത് ഈ കീലോട്ടാക്കി നമ്മൾ പുതിയൊരു സ്മാർട്ട് കീ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് ബ്ലേഡ് എല്ലാം ഇടാണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലേഡ് വരുന്നത്. അതേപോലെ തന്നെ നമ്മളെ സ്മാർട്ട് കീയിൽ ഓപ്പൺ ചെയ്തെടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാകും. ബ്ലേഡെല്ലാം നമ്മളിതിൻ്റെ ബ്ലേഡെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഈ റിമോട്ട് നമ്മൾ സ്വിഫ്റ്റിൻ്റെ സ്മാർട്ട് കീ ആയിട്ട് ജനറേറ്റ് ചെയ്ത് എല്ലാം സെറ്റപ്പ് ചെയ്ത് സ്മാർട്ട് കീ തന്നെയാണ്. നമ്മൾ ഫ്ലിപ്പ് കീ ഒക്കെ വരുന്ന ടൈപ്പ് ആ കമ്പനിയുടെ തന്നെ സ്മാർട്ട് കീ ആണ്. നമ്മൾ സുസുക്കിയുടെ ലോഗൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇത് വണ്ടിയുടെ അടുത്തോട്ട് പോയി പ്രോഗ്രാം ചെയ്യണം. നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. വണ്ടിയിൽ നമ്മൾ ഇനി ടൂൾ കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്തിട്ട് നോക്കാം. നമുക്ക് അവരെ ഒറിജിനൽ കീ ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയില്ല. ഇഗ്നീഷൻ ഓൺ ആവുന്നില്ല, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, ഒരു രക്ഷയില്ല. വണ്ടിയുടെ മേത് ലോക്കൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ കീ. നമുക്കപ്പോൾ ഇതിലോട്ട് പ്രോഗ്രാം ചെയ്യാം. അതായത് നമ്മൾ പുതിയൊരു സ്മാർട്ട് കീ വണ്ടിയിലോട്ട് ആഡ് ചെയ്യുകയാണ്. നമുക്ക് അതിൻ്റെ പ്രോസസ്സിലോട്ട് കിടക്കാം. വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എൻ്റെ ഒറിജിനൽ കീ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചൊക്കെ ഒറിജിനൽ കീ വർക്ക് ചെയ്യുന്നില്ല, കംപ്ലൈൻ്റ് ആണ്. നമുക്ക് നമ്മുടെ കീ ലോക്ക് അൺലോക്ക് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്തൊരു വണ്ടിയും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിന് പുഷ് ബട്ടണാണ് സ്മാർട്ട് കീക്ക് വരുന്നത്. ഇഗ്നീഷൻ ഓൺ ആയിട്ടുണ്ട്, എൻജിൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അത് മീറ്റർ ഒന്ന് കാണിച്ചു തരാം. ഓക്കെയാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് അടിപൊളി സ്മാർട്ട് കീ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്